ഓറഞ്ച് ഇവിടെ കറക്റ്റ് ആയിട്ട് അത് കറക്റ്റാണ്. അവിടെ അവിടെ ഇതെല്ലാം അത് സെറ്റ് ആവും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രസിക ഞാൻ കൃഷ്ണ ഞാൻ രസല്യാണോ എന്റെ പൂക്കളോളോ അഴക്. ഇവിടെ അഴകാടൊരു പൂക്കൾ അങ്ങനെയല്ല, എന്റെ മൂട് എന്റെ ഇവിടെ അഴകാടൊരു പൂക്കൾ അവളോ ഇവളോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് അധികം പരിപാടികളാണ്. പ്രീ ഓണം ഡേ പരിപാടികൾ. മുമ്പൊക്കെ അച്ഛയുള്ളപ്പോൾ അച്ഛയായിരുന്നു ഇതിന്റെ ഫുൾ ഭാരവാഹി. അമ്മ ഈ സമയത്ത് കിച്ചണില് മറ്റേ നാളത്തെ സദ്യയുടെ ഇഞ്ചിക്കറി അച്ചാറ് ഇങ്ങോട്ടാണോ അതൊന്ന് പിടിച്ചു ഇഞ്ചിക്കറി അച്ചാറ് പോലത്തെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കലായിരുന്നു പതിവ്. അപ്പൊ ഇന്ന് ഇപ്പോ ഞങ്ങള് ആണ് ചെയ്യണേ. ചേച്ചിയും പാപ്പും അവിടെ തന്നെ ഉണ്ട്. വേറൊരു ഏരിയ ഓഫ് സെഗ്മെന്റ് ഓഫ് ഓണപരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓണമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ ഡാറ്റ ഞങ്ങളിവിടെ ഇല്ല. ഞങ്ങളല്ല അതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ അനിയൻ്റെ മകൾ ഇന്ന് മരിച്ചിരിക്കുക. അപ്പോൾ അവിടെ അങ്ങനെ പ്രത്യേകിച്ച് സദ്യ ഒരുക്കം ഒന്നും ചെയ്യില്ല. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ 10 ദിവസമായി ഓണം ഇതിടുന്നു. അപ്പോൾ ഒന്ന് ഇതൊക്കെ വെച്ചിട്ട് പോകും. എന്തായാലൊക്കെ മേടിച്ചില്ലേ, അപ്പോൾ ആ ഒരു ഇത് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ചെയ്തിട്ട് പോകും. നാളെ വെളുപ്പിന് പോകും. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ കുളിച്ചിട്ടൊക്കെ വേണമല്ലോ ചെയ്യാൻ. നീ കുളിച്ചില്ലടി? കണ്ട തോന്നായി കയറിയിട്ടല്ല ഞാൻ ചോദിച്ചത്. ആ മോളെ പറഞ്ഞ. അപ്പൊ ഇതിന്റെ കാര്യമൊക്കെ പറയണ ഇത് പുതിയതാണോ? ആദ്യം നമുക്ക് ഉണ്ടായത് ഇതായിരുന്നു. അച്ഛനുള്ളപ്പോ മണ്ണിന്റെയും ഉണ്ടായിരുന്നു, മരത്തിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഓർമ്മയുണ്ടാ? അപ്പൊ മരത്തിന്റെ മേടിച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാല് അത് കഴുകി എടുത്ത് ഉപയോഗം കഴിഞ്ഞ് ഇതുപോലെ ചുട്ടിയൊക്കെ കുത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴുകി അത് ഒരു കവറിൽ സഞ്ചിയിലൊക്കെ ആക്കി പൊതിഞ്ഞ് കെട്ടി വെക്കും. എല്ലാ ഓണത്തിനും അതെടുക്കും. പിന്നെ വല്ലതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ കുട്ടി പോലത്തെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ മേടിക്കും. ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഇങ്ങനെ പല നിലക്കളങ്ങൾ കെട്ടുക. അച്ഛയുള്ള സമയത്ത് 5 ചാണകമൊക്കെ വിരിച്ച് നമ്മള് ഹോമത്തിന് കെട്ടണ പോലെ. എന്നിട്ട് ഒരെണ്ണം മുകളിൽ വെക്കും. അതിന്റെ 4 മൂലക്കേയും ഒരെണ്ണം വെക്കും. പിന്നെ അത് കടിയിലെ താളത്തില് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് പോയിട്ട് ഗേറ്റിന് പുറത്തും ഒരെണ്ണം വെക്കും. ഇതൊക്കെ എനിക്ക് അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾ എത്ര പേർക്ക് ഇതൊക്കെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒക്കെ ഒരു ജനറേഷൻ അതിനെന്തെങ്കിലും കഥ ഉണ്ട് അറിയാമോ? അറിയാൻ പാടില്ല. തൃക്കാക്കരപ്പന്റെ പേര് വരാൻ ചാൻസ് പ്രോബബ്ലി അവിടുത്തെ തൃക്കാക്കരയിലുള്ള ഞങ്ങളുടെ തൃക്കാക്കരയിലുള്ള അമ്പലത്തിന്റെ എന്തെങ്കിലും ആയിരിക്കണം. അവിടുത്തെ ഐതിഹ്യമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് നിങ്ങൾ എന്തായാലും നോക്കി പറയാം. അപ്പൊ നമ്മൾ ഈ കുഞ്ഞാണ്ടീനെ അവിടെ കൊണ്ടുപോയിക്കും. അതുവരെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള തുമ്പക്കട ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഈ തുമ്പക്കട എന്താ അവർക്കുള്ള ഫുഡാണ്? എന്താ അതിന്റെ അമ്മയ്ക്ക് അറിയില്ല എന്താ പരിപാടി എന്ന് അറിയാൻ പാടില്ല. ചെറുപ്പം മുതലേ അല്ല കാര്യം അറിയില്ലല്ലോ. കൊത്ത് കാട ഇതൊക്കെ വെക്കും. അത് ഞാൻ അട മുഴുവൻ വെച്ചിട്ടുണ്ട്. ചെയ്യലൊക്കെ ഞാൻ ചെയ്തിട്ട് തന്നെ പോകുള്ളൂ. വെളുപ്പിന് ഇതൊക്കെ ചെയ്തിട്ട് തന്നെ പോകുള്ളൂ. ഇപ്പൊ വെക്കണം. വെച്ചിട്ട് ഞങ്ങൾ നാളെ പോവാനുള്ള പാക്കിങ്ങും ഒക്കെ വേണം. 2-3 ദിവസത്തേക്ക് ഉണ്ടാവില്ല. പറഞ്ഞു ഇതിന്റെ മുകളിലേടി മോളെ ചുമന്ന് പൂവുണ്ടാവും. മൊത്തം കുത്തിയാ പൊട്ടിച്ച. അപ്പൊ ഇവിടെ ഞങ്ങള് വെക്കണത് ചെമ്പരത്തി അല്ലേ? ചെമ്പരത്തി. എവിടെ ചെമ്പരത്തി? സാധാരണமான വിഷയങ്ങളിൽ ചെമ്പരത്തി വെക്കുവാറ്. അതൊന്നും ഇല്ല, ചെമ്പരത്തി ഒന്നും ഇല്ല ഇപ്പൊ. എവിടെ വെക്കാനാ മോളെ? പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ റെഡിമെയ്ഡ് പൂക്കളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. എല്ലാം വാങ്ങിച്ച. പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങള് രാവിലെ ആവുമ്പോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. ഞങ്ങള് അച്ഛയും ഞാനും ചേച്ചിയൊക്കെ കൂടെ അങ്ങ് പോയി സാധനങ്ങളിപ്പോ തുമ്പയാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കുരുത്തോലയുടെ സാധനങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് പോയി വാങ്ങാനും പറിക്കാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ പൂക്കളാണെങ്കിലും ചെമ്പരത്തി അങ്ങനത്തെയൊക്കെ പൂക്കളും കൂടെ വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. അല്ലാതെ ഇപ്പം എല്ലാം ഇപ്പോ പൂക്കളൊക്കെ വാങ്ങണേന്ന് വെച്ചാൽ 300 രൂപ, എത്ര രൂപയ്ക്ക് പൂ വേണം എന്നുള്ള സ്കീമിലാണ് പൂക്കളൊക്കെ. കണ്ടാ സെറ്റാണ് ഇപ്പൊ കാണാൻ. നല്ല രസമുണ്ട് ഇപ്പൊ കാണാൻ.
അപ്പൊ അടുത്ത് എന്താന്നുള്ള കാണിച്ചു തരാം. ഇനി ഇവിടെ തോരണം അത് കാണിച്ചിരുന്നത് തോരൻ തോരണല്ല തോരണം. പിന്നെ ഇവിടെ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് വലിയ പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ട്. രംഗോലി ഇട്ടിട്ടുണ്ട് രസിക. ഇനി ഞങ്ങളൊക്കെ കൂടെ അതിനകത്ത് പൂക്കളൊക്കെ ഇട്ട് പൂക്കളൊക്കെ സെറ്റ് ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ തൂക്കും. ആ ഇവിടെയൊക്കെ ആയിട്ട് സാധനം വലിച്ചു കിട്ടിയിട്ട് തൂക്കും. നല്ലോണമൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾക്കിപ്പോ ഇങ്ങനെ ആഘോഷമൊന്നുമില്ല. ഇതൊക്കെ മേടിച്ചു ഈ പാപ്പിന് കാണാൻ വേണ്ടിട്ടൊക്കെ ചെയ്യുന്നതാണ്. ക്യാമറ അടുത്തേക്ക് വരുമ്പോ കാര്യം പറയില്ല. ക്യാമറ മാറിപ്പോകുമ്പോ അവിടെ നിന്ന് ഭയങ്കര കഥകളും പറച്ചിലായിരിക്കും. അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങള് ഒരു ഓണം ഗെറ്റപ്പിലൊന്നും അല്ല, അത് എന്തോ ആകെ മൊത്തം നമുക്ക് അതിലേക്ക് എത്താനുള്ള ഒരു ചെറിയൊരു വിഷമമുണ്ട്. ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ മിസ്റ്റേക്ക്. പക്ഷെ നാളെ ഇതൊരു എന്താ പറയാ, ഞങ്ങൾ പല വീഡിയോസിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൊ അപ്പുവിന് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ബിക്കോസ് ഷീ നീഡ്സ് ടു. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലൊക്കെ ഭയങ്കര മെമ്മറീസ് ആണ്. അപ്പൊ അവക്ക് എന്ന് പറയുന്നത് ഓൾറെഡി കുറച്ച് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സീനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മള് അതെ ഓണത്തിന്റെ മെമ്മറീസ് പറയുമ്പോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ആ കുട്ടിക്ക് അറിയണ്ടേ. അതെ, ഞങ്ങളൊക്കെ പൂ പറിക്കാനൊക്കെ പോയ പോലത്തെ ഒരു പരിപാടിയെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അച്ഛൻ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്, അച്ഛൻ ഉള്ളപ്പോ. പക്ഷെ നമുക്കുള്ള പോലെയല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും ഫോർ ഹെർ സേക്ക്. ഇനി അമ്മ കാണിച്ചു തരാൻ പറഞ്ഞൊരു സാധനം കാണിച്ചു തരാം. നിങ്ങളുടെ ഫ്ലാറ്റുകളിലാണെങ്കിലും വേണമെന്ന് വെച്ചാൽ എന്താണ് വേണമെങ്കിൽ ചക്ക പേരിലും കഴിക്കുമെന്ന് പറയണ പോലെ അമ്മയുടെ തുളസിത്തറയാണല്ലോ. ഇഷ്ടിക മേടിച്ചിട്ട് ഇഷ്ടിക മേടിച്ചിട്ട് ഇഷ്ടിക പണിഞ്ഞതിന്റെ മുകളില് തുളസി നന്നായിട്ടൊക്കെ വളർന്നിട്ടുണ്ട്. ചെറിയതാണേ. അപ്പൊ ഇങ്ങനെ അടിക്കൊക്കെ ചെയ്യുമ്പോ ഈ ചൂലൊക്കെ കൊള്ളണം മക്കളെ. അപ്പൊ അത് കാരണം ഈ തുളസിയില് നല്ലപോലെ തുളസി ഉണ്ടായത്. എനിക്ക് ഇങ്ങനത്തെ തുളസി നിറച്ച് തുളസിയായിരുന്നു. അല്ല നല്ലോണം ഉണ്ടായിരുന്നതാ. ഈ ഫ്ലാറ്റിലേക്ക് വന്നപ്പോ ഈ വെയിലും എന്തോ ഈ പിള്ളേര് വെള്ളം ഒഴിക്കാനൊക്കെ ഞാനാണ് ഇത് ഒഴിച്ചിരുന്നത്. അപ്പൊ ഈ രസികനെയും ജാസ്മിനെയും ഞാൻ ഏൽപ്പിക്കും. അപ്പൊ അവര് വെള്ളം ഇങ്ങനെ ചിരിച്ചു ചോദിച്ചു അത് നനഞ്ഞു കിടക്കട്ടെ. ഓ ഞങ്ങളുടെ മുമ്പത്തെ നിങ്ങൾ ഇതിനകത്ത് വില്ല കണ്ടിണ്ടാവല്ലോ. അപ്പൊ അവിടെ എന്ന് പറയുന്നത് കാടാണ്, തുളസിയുടെ ചെടിയല്ല, തുളസി കാടായിരുന്നു അല്ലെ, തുളസി വനം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു ഒറ്റ ആളാണ് ഈ വീട്ടിലുള്ളത്, അത് ഇദ്ദേഹമാണ്. ഇവിടെയും ഫുള്ള് പ്രശ്നം, ഇവിടെയും ഫുള്ള് പ്രശ്നം, ആകെ മൊത്തം. അതെ, ഈ വഴിയിലേക്ക് പോടാ നീ. ഓക്കെ, അപ്പൊ ചൂലൊക്കെ അടിക്കുമ്പോ ചൂല് കൊള്ളണു തടയില്. അതൊക്കെ ഒരു നമ്മളാരും അയ്യോ നല്ല കുട്ടിയാണ്. മോനെ തുളസിയുടെ കഥ പറഞ്ഞു കഴിയുമ്പോ അത്രേ ഉള്ളൂ. ഇവര് നനയ്ക്കൂല, അങ്ങനെ അത് ഉണങ്ങിയൊക്കെ പോയി. ഇപ്പൊ ഞാൻ അതിന്റെ തണ്ടിലൊക്കെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുള്ളൂട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചോളൂ. കല്ലിപ്പെണ്ണുങ്ങൾ എന്റെ തുളസി ഉണക്കി കഴിഞ്ഞു. എന്നിട്ട് ഞാന് ഇപ്പൊ കല്ല് വെച്ചിട്ട് തുളസി അതിന്റെ മുകളിൽ കയറ്റി വെച്ച് തുളസി തറ കയറ്റി വെച്ച്. കളലക്ഷണം നോക്കട്ടെ. ഭയങ്കര ആർട്ടിസ്റ്റാണ്. നന്നായിട്ട് കുട്ടി രംഗോലിയൊക്കെ. സാധാരണ അമ്മയാട്ടോ പൂക്കളുടെ നിന്ന് അമ്മയ്ക്ക് ബാക്കി ഡ്യൂട്ടീസ് കൂടുതലായോണ്ട് രംഗോലി ചെയ്തോളൂ. അതെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ കൂടുതൽ വേറെ ഒന്നും കാണിക്കാനൊന്നും ഇല്ല അല്ലെ. അപ്പൊ ഞങ്ങൾ ബാക്കി ഡ്യൂട്ടീസിലേക്ക് പറഞ്ഞിരുന്നു പോയി. ചുറ്റും അതിലെ പോയെ വിടുവാ. അച്ഛനിടുമ്പോഴുള്ള സൗണ്ടൊക്കെ എനിക്ക് ഓർമ്മ. അറിയണ്ട മനെ പിടിച്ചേ, ഞാൻ കുറച്ച് തുമ്പക്കുടം കുടക്കട്ടെ. കഴിഞ്ഞമ്മ ഇച്ചിരി ഫ്രണ്ടിൽ വെക്കണം കേട്ടോ. ഓറഞ്ച് ഇവിടെ കറക്റ്റായിട്ട് അത് കറക്റ്റാണ്. അവിടെ സെറ്റ് ആവും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. രസിക അവിടെ കേട്ടാ ചെപ്പിക്കണ്ട ഷേപ്പ്. നീ എന്നെ നോക്കണത് രസിക എനിക്കൊന്ന് റിവെഞ്ച് തീർക്കുന്നു. പ്രതികാര ദാടിയാണ് രസിക. ദുർഗാഷ്ടമി നാളിൽ അമ്മ ഈ പൂക്കളോട് എനിക്ക് കഴിവില്ല. ആരെങ്കിലും എന്റെ ഫോണ് കണ്ട ശരി, അവസ്ഥ അറിയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ചപ്പളിക്കില്ല. ഇപ്പൊ ഓറഞ്ചും തീരും. ഈ സൈഡിലൊരു ഓറഞ്ച് ഉണ്ടോ? ഞാൻ ഓറഞ്ച് കൊണ്ടാണ് ചേച്ചിനെ കൂട്ടാത്ത എന്റെ വ്ളോഗില്. ഔട്ട്
നമ്മൾ കുറച്ച് വിഷയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നീ രസിക, ഞാൻ കൃഷ്ണ, ഞാൻ രസല്യാണോ, എന്റെ പൂക്കളോളോ അഴക്. അങ്ങനെയല്ല എന്റെ മൂഡ് അവളോ ഇവളോ അഴകാണ ഒരു പൂക്കൾ അങ്ങനെയാണത്. ഈ മാലിന്യം പ്രശ്നം ചൊല്ലിയാണ് അവളോ ഇവളോ അഴകായ പൊണ്ണ പാത്രം. ഞാൻ ഐ മീൻ ലവ് ദിസ് പൂക്കൾ. ശരിക്കും കണ്ടപ്പോ തന്നെ തോറ്റു. ഇത് എങ്ങനെ ഇടാനാണിത്? അല്ല ഇവിടെ ഇതാരാ രസിക? ഇത് ആരാ രസിക? അതാ എന്താണ് പറഞ്ഞ? മയിലോ? ഇല്ല, മയിലല്ല, കുരുവി. മയിലാണ് ഉദ്ദേശിച്ചത്, പക്ഷെ വന്നപ്പോ ഒരു കുരുവി. ഇത് മയിലല്ലേ? മയില് മാതിരി ഇருக்கு. ചേച്ചി മുഴുമണ്ഡലത്തിലാണ് ഇരിക്കുന്നത്. നല്ല മയില്, നല്ല അഴകാ പണി എടുക്കട്ടെ. ஆக்சுவலி நம்ம நல்லா இருக்கு. கொஞ்சம் பெருசாகி போயிடுச்சு, அவ்வளவுதான். கொஞ்சம் ஓவரா நல்லா இருக்கு. നീളം പോലുള്ള കാര്യങ്ങൾ എടുക്കും. കൊടുക്കുന്നത് ഞാന് ഇതെല്ലാം ഇതിതാ പാപ്പുന്റെ ജമന്തിനെ കുത്തിവെക്കില്ല. പാപ്പുന്റെ നമ്മൾ നടുക്ക് വെക്കാണ്. ഇത് പാപ്പ ഇതാണ്. ഇവിടെ തിരിച്ചു വരണോട് തിരിച്ച് ഇതിനോട് ചേർത്തത് ഇച്ചിരി ഈ ഗ്യാപ്പിൽ നടുക്ക് അതിനോട് അതെ ഇത് മാറ്റി. അത് വേണ്ട, അത് കിടന്നോട്ടെ. ഒരു ഇണയെ കൊണ്ട് നടക്കും. അതിലിട്ടോ ഇത് അത് ഐഡിയ ഒക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ തോരനെടുക്ക്. ഈ തൂങ്ങി കിടക്കണതില്ലേ? അതില്ല, ഇങ്ങനെ കിടക്കണത്. മമ്മി ചെയ്തില്ലേ? മമ്മീനെ ഉണ്ടാക്കാൻ നോക്കിട്ട് ലാസ്റ്റ് കെബാബ് പോലെ ഞാൻ എടുത്തിട്ടൊന്ന് അപ്പൊ ആക്ച്വലി ഇന്നത്തെ വീഡിയോയില് ഇനി കുറെ ഒന്നും കാണിക്കാനില്ല. ഞങ്ങൾ ഈ ഓണത്തിന്റെ തലേ ദിവസം ചെയ്യുന്ന പരിപാടികളുടെ മിനിമലിസ്റ്റിക് രീതിയിൽ കാണിച്ചതാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ നാളെ നല്ല ലൈറ്റിൽ, ഇപ്പൊ മാത്രമല്ല ഇവിടെ ലൈറ്റും ഇല്ല. അപ്പൊ ഇനി ഈ വീഡിയോ ചിലപ്പോ നിങ്ങൾക്ക് കാണാനും നല്ല ബോറായി തുടങ്ങും. അപ്പൊ നാളെ ലൈറ്റില് എന്താണ് ഫൈനൽ ലുക്ക് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോ എല്ലാവർക്കും ഹാപ്പി ഓണം. ടാറ്റാ. അതിപ്പോ